12 വർഷമായി മക്കളില്ല. ഒരു ഉമ്മയാകാൻ ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ, ഒരു കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിക്കണേ. മക്കളുണ്ടാകാനുള്ള സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന ദുആയുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റുകളാണ് നിങ്ങൾ കണ്ടത്. സങ്കടത്തോടെ ഉമ്മമാര് കുറിച്ച വരികളാണിത്. ഒരു കുഞ്ഞിന്റെ വശ്യമായ പുഞ്ചിരിക്കായി, താരാട്ടുപാടാൻ ഒരു തൊട്ടിലിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എത്രയോ നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെ നൽകുന്നു. എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ അവൻ മക്കളില്ലാത്തവരാക്കുന്നു. ഇത് അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണമാണ്. ചരിത്രത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും നാം കണ്ടിട്ടുണ്ട്. വാർദ്ധക്യം ബാധിച്ചിട്ടും മക്കളില്ലാത്ത സങ്കടത്തിൽ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ലാ തദർനി ഫർദ, എന്റെ നാഥാ, നീ എന്നെ ഏകനായി വിടരുതേ. ഒടുവിൽ അള്ളാഹു അദ്ദേഹത്തിന് യഹ്യ എന്ന മകനായി അള്ളാഹു നൽകി അനുഗ്രഹിച്ചു. അത്രമേൽ പരിശുദ്ധവും വിലപ്പെട്ടതുമാണ് ഇസ്ലാമിൽ മാതൃത്വവും പിതൃത്വവും. എന്നാൽ ഒരു വശത്ത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ക്രൂരത നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സ് മാത്രം പ്രായമുള്ള അർഷിദ് എന്ന ചോരക്കുഞ്ഞിനെ സ്വന്തം അമ്മയും കാമുകനും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തി. ആ പൊടിക്കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ ഡോക്ടർമാർ പോലും ഞെട്ടിപ്പോയി. അവന്റെ ആ ചെറിയ ശരീരത്തിൽ ഉണ്ടായിരുന്നത് 51 മുറിവുകളായിരുന്നു. കരയാൻ പോലും ശേഷിയില്ലാത്ത ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ ആ അമ്മയുടെ മനസ്സ് ഒന്നുറങ്ങിയില്ലേ? ആ കുഞ്ഞിനെ ഒരു ബാധ്യതയായി തോന്നിയിരുന്നെങ്കിൽ, മക്കളില്ലാതെ കരയുന്ന ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ അവർ അവനെ നെഞ്ചോട് ചേർത്ത് വളർത്തുമായിരുന്നില്ലേ? ഇസ്ലാം പഠിപ്പിക്കുന്നത് കുട്ടികൾ മാതാപിതാക്കളുടെ സ്വകാര്യ സ്വത്തല്ല, മറിച്ച് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച വലിയൊരു അമാനത്താണ്, ഒരു ട്രസ്റ്റാണ്. അവരെ സ്നേഹിക്കാനും നല്ല രീതിയിൽ വളർത്താനും മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. ഈ അമാനത്തിനോട് ക്രൂരത കാണിക്കുന്നവർ, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നവർ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എന്തു മറുപടിയാണ് പറയുക? ഖുർആൻ ചോദിക്കുന്നുണ്ട്, ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളോട് ചോദിക്കപ്പെടും, ഏത് കുറ്റത്തിനാണ് നിങ്ങൾ കൊല്ലപ്പെട്ടതെന്ന്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹത്തെയാണ് ഇവർ തല്ലിക്കൊഴിച്ചു കളഞ്ഞത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വലിയൊരു കരുതലാണ്. സബർ ചെയ്യുക, ക്ഷമിക്കുക. എന്നാൽ മക്കളുള്ളവർ അവരെ സ്നേഹിക്കുക. കുട്ടികൾ ഒരു ബാധ്യതയായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് അവരെ ഉപദ്രവിക്കരുത്. നിയമപരമായി ദത്തെടുക്കൽ കേന്ദ്രങ്ങളോ അനാഥാലയങ്ങളോ നമുക്കുണ്ട്. ചോരക്കുഞ്ഞുങ്ങളെ കൊലപാതകത്തിന് വിട്ടുകൊടുക്കാതിരിക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.